ഡേ 3 നമ്മൾ സ്റ്റാർട്ട് ചെയ്യണയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആയിരുന്നു. റൂം വെക്കേറ്റ് ചെയ്തിട്ട് നമ്മ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കണെയാണ്. ഞങ്ങൾ വന്നപ്പോൾ മാമ ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കണായിരുന്നു. ഇനി നമുക്ക് ഫുഡ് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. മക്രോണി ഉണ്ട്. ഇതൊന്നുകൂടെ നോക്കട്ടെ. ഇത് പൊട്ടറ്റോ കറിയാണ്. വാവച്ചി മക്രോണി എടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പൊട്ടറ്റോ കറി. പൊട്ടറ്റോ കറിക്കുള്ളത് പൂരിയാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ചായയും കോഫി ഉണ്ട്. എൻ്റെ വാപ്പിച്ച് പൂരി എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കണയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഹൈവേ പോണായിരുന്നു. അപ്പം ഞങ്ങളെ ഓവർടേക്ക് ചെയ്തൊരു സൂപ്പർ ലംബോർഗിനി പോണതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. മുന്തിരി കഴിക്കാൻ വേണ്ടി വെള്ളം കളയാൻ വേണ്ടി ഉമ്മച്ചിയുടെ ബുദ്ധി അപാരം തന്നെ. വിമാനമല്ല, റോക്കറ്റ്. അങ്ങനെ എൻ്റെ ഉമ്മച്ചിയുടെ ഡ്രൈവിംഗ് സ്കില്ലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 100-110 പറപ്പിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ്ടും ഉണക്കാനിട്ടേക്കണയാണ് ഹൈവേയിൽ. സൂക്ഷിച്ച് നോക്കിയപ്പോൾ അത് കോണാണ്, ചോളം. അങ്ങനെ കുറേ സ്ഥലത്ത് ചോളം ഉണക്കാനിട്ടിട്ടുണ്ട്. ഹൈവേയുടെ സൈഡിൽ തന്നെ ഒരു സൺഫ്ലവറിൻ്റെ തോട്ടം ഉണ്ടായി. അപ്പം ഞങ്ങളവിടെ ഇറങ്ങി. ഞങ്ങൾ വന്നപ്പോൾ അവിടെ പൂവൊക്കെ വിടർന്നിരിക്കുകയാണ്. നേരത്തെ ഞങ്ങൾ കാണിച്ച മറ്റേ കോണാണ് ഇത്, ഉണക്കാനിട്ട കോൺ. അത് റോട്ടിലാണ് ഉണക്കാനിട്ടത്. അപ്പം സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ തിന്നുന്ന കോൺ. അപ്പം ഞാനൊന്നും ഇങ്ങനെ നോക്കുന്നുണ്ട് ഉണങ്ങിയോന്ന്, കോൺ ഉണങ്ങിയുണ്ടോയെന്ന് ഞാൻ നോക്കണയാണ്. നിങ്ങളൊന്ന് നോക്കിയേ അത് ഉണങ്ങിയുണ്ടോയെന്ന്. അപ്പം അവിടെ ഒരു ബായ് ചിക്കനെയാണ്.
ഇങ്ങനെ കുറേ സ്ഥലത്ത് തന്നെ കോൺ ഉണക്കാനിട്ടുണ്ട് റോഡ് സൈഡിൽ തന്നെ. അപ്പോൾ 11 മണിയാകുമ്പോൾ ഞങ്ങൾ കരിമ്പും ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആ സൈഡിൽ ഒതുക്കണെയാണ് ഞങ്ങൾ. അവരൊക്കെ നേരത്തെ എത്തി. ഇവിടെ നല്ല ചൂടാണ്, അതുകൊണ്ട് ജ്യൂസ് കുടിച്ച് കൂളാവാന്ന് വിചാരിച്ചിരിക്കണെയാണ്. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ കാറിൽ കയറാനാണ്. വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്യാനാണ്. ഞങ്ങൾ 2 മണിക്കൂർ ട്രാവൽ ചെയ്തേക്കണെയാണ്. അപ്പോൾ ബാലാജി ഫാമിലി റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ നിർത്തിയേക്കണെയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി. മരുഭൂമി പോലത്തെ സ്ഥലമായിരുന്നു. അപ്പോൾ റെയറാണ് ഹോട്ടൽസൊക്കെ കിട്ടാൻ. അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ നിർത്തി. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത റൊട്ടി വന്നിട്ടുണ്ട്. മട്ടർ പനീർ ഉണ്ട്, പാലക് പനീർ ഉണ്ട്. ഈ പച്ച കളറാണ് പാലക് പനീർ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് റിലാക്സ് ആവാൻ വേണ്ടി റോട്ടിൽ നിൽക്കണയാണ്. എൻ്റെ മാമ കണ്ണടൊക്കെ വെച്ച് ഗൂഗിൾ മാപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് റൂട്ട്. എല്ലാവരുടെ ഫോണിൽ സെയിം ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാനാണ് എൻ്റെ മാമ. ഞങ്ങൾ ഒരു 7 മണിയായപ്പോൾ മഹാരാഷ്ട്ര അഗോളയിലെത്തി. അപ്പോൾ വാപ്പിച്ച് റൂം നോക്കാൻ വേണ്ടി വാപ്പിച്ചും ചിനിക്കൊച്ചായും ഓട്ടോറിക്ഷ കയറിപ്പോയി. ഞങ്ങളെ അവിടെ നിൽക്കാൻ പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ ഒരു ഓഡിറ്റോറിയം ഉണ്ടായി. അവിടെ മഹാരാഷ്ട്രക്കാരൻ്റെ ബേബി ഷവർ പ്രോഗ്രാം നടക്കണമായിരുന്നു. ഞങ്ങൾ അതിൻ്റെ അകത്തൊന്നും കയറില്ല, പുറത്ത് കാണാമായിരുന്നു. അങ്ങനെ നമുക്ക് റൂം റെഡി ആയിട്ടുണ്ട് അഗോളയിൽ തന്നെ. ലഗേജൊക്കെ എടുത്ത് വെച്ച് ആദ്യം കാണുന്നത് ജിനിക്കൊച്ചാടെ റൂമും വാപ്പിച്ച് പൂട്ടണത് ഞങ്ങളുടെ റൂമുമാണ്. അങ്ങനെ മുകളിൽ റെസ്റ്റോറൻ്റ് ഉണ്ട് റൂഫ് ടോപ്പിൽ. അപ്പം ഞങ്ങളങ്ങോട്ട് പോണെയാണ്. ഇതാണ് റൂഫ് ടോപ്പ്. അവിടെ സ്ഥലം ഉണ്ടാകുന്ന ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടി ഓപ്പൺ സ്പേസിൽ സ്ഥലം നോക്കണതാണ്. അതിൻ്റെ സൈഡിൽ തന്നെ ഐസ്ക്രീംസും ഒക്കെ വെച്ചിട്ടുണ്ടായി. അവിടെ സ്ഥലവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ പോണെയാണ്. ജിനിക്കൊച്ചായും വാപ്പിച്ചും എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കണേ. എൻ്റെ ഉമ്മച്ചിയും മാമിയൊക്കെ എന്താണ് സംസാരിച്ചിരിക്കണേ. ഞങ്ങൾ മലയാളിയാണെന്ന് അറിഞ്ഞിട്ട് ഒരു മലയാളി ഷെഫ് പരിചയപ്പെടാൻ വന്നേക്കണെയാണ്. അങ്ങനെ ഞങ്ങളുടെ ഡിന്നർ വന്നേക്കണെയാണ്. റൊട്ടിയും ഗോബി മഞ്ചൂരിയനും ഫ്രൈഡ് റൈസുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തേക്കണത്. പിന്നെ ആ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് റൂമിലോട്ട് പോണെയാണ്. മാമാടായും പിള്ളേരുടെ റൂമും സെക്കൻഡ് ഫ്ലോറിലും, ഞങ്ങളുടെ റൂമും ജിനിക്കൊച്ചാടെ റൂമും സുനിക്കൊച്ചാടെ റൂമും 4th ഫ്ലോറിലാണ്. ബാക്കി വിശേഷങ്ങൾ ഡേ 4ൽ കാണാം. ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ.
Please do like and subscribe and share.